ഈ ഷിഗല്ല ഇൻഫെക്ഷൻ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റുള്ള വയറിളക്കങ്ങളിൽ നിന്ന് ഷിഗല്ലയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഗുരുതരാവസ്ഥയാണ്. ഷിഗല്ല ഇൻഫെക്ഷൻ കുട്ടികളിൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് അതിഗുരുതരമായി പോകാൻ, BP കുറയാൻ, അപസ്മാരം വരാൻ, ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാൻ, മറ്റു അവയവങ്ങളെ അഫക്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ഈ ഷിഗല്ല ഇൻഫെക്ഷന് മറ്റു വയറിളക്കങ്ങളിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സാധാരണ വയറിളക്കം നമുക്കറിയാം, ചെറിയ വയറ്റുന്ന കുറേ തവണ പോവും, കുട്ടി ആക്റ്റീവ് ആയിരിക്കും, വലിയ പനിയൊന്നും ഉണ്ടാവില്ല. എന്നാലോ ഷിഗല്ല ഇൻഫെക്ഷനിൽ പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് വയറ്റുന്ന് പോകുന്നതിന് അമിതമായിട്ടുള്ള സ്മെല്ലുണ്ടാവും, ബ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വയറ്റുന്ന് പോകുന്നതിൽ നിന്ന് കുറേ തവണ കുറച്ച് പോവും. അതുപോലെ തന്നെ വയറ്റുന്ന് പോകുന്ന സമയത്ത് കുട്ടിക്ക് വേദന ഉണ്ടാവും, കുട്ടിക്ക് ശക്തിയായ പനി, അമിതമായ ക്ഷീണം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണ ഷിഗല്ലയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് തന്നെ മൂർച്ഛിക്കാനും അത് കോംപ്ലിക്കേഷനിൽ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മറ്റു വയറിളക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷിഗല്ലയിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വയറിളക്കം വീട്ടിൽ നിന്ന് തന്നെ ചികിത്സിച്ച് മാറാറുണ്ട്. എന്നാൽ ഷിഗല്ല ഇൻഫെക്ഷനിൽ ആൻറ്റിബയോട്ടിക് വേണം. അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിലുള്ള ORSഉം കഞ്ഞിവെള്ളവും കരിക്കും വെള്ളവും ഒക്കെ കൊടുക്കാം. എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറുടെ ഒരു സഹായം തേടണം. ഇതിനെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഫ്രണ്ടായിട്ട് ആദ്യമേ ആൻറ്റിബയോട്ടിക് കൊടുത്ത് നല്ല IV ഫ്ലൂയിഡോ കൊടുത്ത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മരണസാധ്യത കുറയുന്നൊരവസ്ഥയാണ്. എന്നാലോ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോവുക, അതുപോലെ തന്നെ കോംപ്ലിക്കേഷനിൽ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു ഇൻഫെക്ഷനാണ് ഷിഗല്ല ഇൻഫെക്ഷൻ. ഇനി ഇതെങ്ങനെ തടയാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.